ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു സെവ്യർ. അപ്പോൾ നമ്മളിന്നൊരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ അൺബോക്സ് ചെയ്യാൻ പോകുന്ന സാധനം ഞാൻ പറയുന്നില്ല, കാട്ടിത്തരാം. ഇതാണ് ഗൈസ് നമ്മളിന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്ന സാധനം. അതിൽ ഈ സാധനം ഞാൻ പൊട്ടിച്ച് നോക്കിയിട്ടുണ്ട് കേട്ടോ. ഇത് മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതാണ് ടെക് ടെസ്റ്റിൻ്റെ മൈക്രോഫോൺ കിറ്റിൻ്റെ പോപ്പ് ഷീൽഡ് അഥവാ പോപ്പ് ഫിൽറ്റർ വരുന്നത്. ഇത് അതിൽ തന്നെ വരുന്ന ഒരു USB യൂണിറ്റ്, ഒരു കണക്ടറാണ്. ഇതാണ് നമ്മളെ മൈക്കിൻ്റെ വരുന്ന പ്രൊഫഷണൽ റെക്കോർഡിംഗ് മൈക്രോഫോൺ സ്റ്റാൻഡ്, അതായത് നമ്മുടെ മൈക്കിൻ്റെ സ്റ്റാൻഡ് ഗൈസ്. അപ്പോൾ ഇതിലാണ് വരുന്ന നമ്മളെ മൈക്കും, അതുപോലെ തന്നെ അതിനുള്ള ഫിൽറ്ററും, അതായത് നോയ്സ് റിഡ്യൂസറും, പിന്നെ വരുന്ന നമ്മളുടെ വയറും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം ഗൈസ്. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ വന്നിട്ട് 2 ദിവസമായി, പക്ഷേ ഞാനിത് ഒന്ന് പൊളിച്ച് നോക്കിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഒന്നും നോക്കിയിട്ടില്ല, അതൊന്ന് റെക്കോർഡ് ചെയ്ത് നോക്കുക, ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്കൊക്കെ ഒന്ന് ഈ വീഡിയോയിലൂടെ കാണാം. ഞാൻ ഈ വീഡിയോയുടെ അവസാനം നമുക്ക് ഈ മൈക്കിലൂടെ ഉള്ളതും ഫോണിലൂടെ ഉള്ളതിൻ്റെയും ഓഡിയോ ക്വാളിറ്റിയുടെ വ്യത്യാസവും കാര്യങ്ങളും ഒക്കെ കാണിച്ചു തരാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് നമ്മുടെ സ്റ്റാൻഡ് അൺബോക്സ് ചെയ്ത് നോക്കാം ഗൈസ്. അപ്പോൾ ക്യാമറ ഒരു കയ്യിലുള്ളതുകൊണ്ട് ഒറ്റ കൈ കൊണ്ടാണ് ഞാൻ അൺബോക്സ് ചെയ്യുന്നത്. ശരിയാവുമെന്നറിയില്ല, എന്നാലും ഞാൻ മാക്സിമം ട്രൈ ചെയ്യാം. ഇതിൻ്റെ ടാപ്പൊക്കെ ഞാൻ ഊരി കളഞ്ഞിട്ടാ ഗൈസ്. അപ്പോൾ ഈ 3 സാധനങ്ങളാണ് നമുക്ക് നമ്മുടെ മൈക്രോഫോണിൻ്റെ സ്റ്റാൻഡിൻ്റെ കൂടെ കിട്ടിയിരിക്കുന്നത്. ഈ സാധനം എന്ന് പറയുന്നത് നമുക്ക് നമ്മളെ ടേബിളിലൊക്കെ ഇങ്ങനെ ഫിറ്റ് ചെയ്യാനുള്ളതാണ്. അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ സ്റ്റാൻഡ് വരുന്നത്. പിന്നെ നമ്മളുടെ ഇത് പറയണത് നമുക്ക് നമ്മുടെ സ്റ്റാൻഡിനെ ഈ സംഭവത്തിൽ ഉറപ്പിച്ച് നിർത്താനുള്ളതാണ്. ആട്ടൊന്നും ഇല്ലാണ്ട് ഉറപ്പിച്ച് നിർത്താൻ വേണ്ടിയിട്ടൊരു സ്ക്രൂ ആണിത് ഗൈസ്. അപ്പോൾ ഈ സാധനമാണ് നമ്മുടെ പോപ്പ് ഫിൽറ്റർ അല്ലെങ്കിൽ പോപ്പ് ഷീൽഡ് എന്ന് പറയുന്ന സംഭവം. അപ്പോൾ നമുക്കിത് ഇതൊന്ന് തുറന്നു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വരുന്നത് ഇതാണ് ഇതിൻ്റെ ഉള്ളിൽ വരുന്ന സാധനം. ഇതിൻ്റെ നമുക്ക് അഡ്ജസ്റ്റബിൾ ആണ്. ഏത് ആംഗിൾ വേണമെങ്കിലും ഞാൻ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഫിറ്റ് ചെയ്യുമ്പോൾ കാണിച്ചു തരാം. ഏത് ആംഗിൾ വേണമെങ്കിലും നമുക്ക് ഈ സംഭവം തിരിക്കാൻ പറ്റുന്ന രീതിയിലാണ്. അതുപോലെ തന്നെ നമുക്ക് ടേബിളിലോ അല്ലെങ്കിൽ സ്റ്റാൻഡുമ്പോൾ തന്നെ ഹോൾഡ് ചെയ്യാനുള്ളൊരു സംവിധാനം കൂടി ഇതിലുണ്ട്. ഇതുണ്ടോ ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മളുടെ പോപ്പ് ഫിൽറ്റർ വരുന്നത്. ഇതിലാണ് നമ്മളുടെ മൈക്ക്, അതുപോലെ മൈക്കിൽ നിന്ന് ഫോണിലേക്ക് കണക്ട് ചെയ്യാനുള്ള വയറുകൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നത്. തുറന്നു നോക്കാം. ഇതാണ് നമ്മളുടെ വയറ്, ഇതിൻ്റെ അറ്റം. ഇത് മൈക്കിലേക്ക് കണക്ട് ചെയ്യാനുള്ളതാണ്. അതുപോലെ തന്നെ ഇത് നമ്മളുടെ മൊബൈലിലേക്ക് കണക്ട് ചെയ്യാനുള്ള സംഭവം. ഇതൊരു ഹോൾഡർ വരുന്നുണ്ട്. നമുക്ക് സാധാ മൈക്ക് വെച്ചിട്ട് ഉപയോഗിക്കാനുള്ളതാണ് തോന്നുന്നു. അന്നെയാവും. അതുപോലെ തന്നെ ഇതാണ് നമ്മളുടെ നോയ്സ് റിഡ്യൂസർ, അതായത് ഫിൽറ്ററൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന സംഭവം. ഇത് നമ്മളുടെ ഹോൾഡർ. നമ്മൾക്ക് മൈക്ക് നമ്മളുടെ സ്റ്റാൻഡിൽ ഹോൾഡ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവമാണിത്. ജസ്റ്റ് ഇതിലേക്ക് മൈക്ക് ഇറക്കി വെക്കേണ്ട ഒരു കാര്യമുള്ളൂ. പിന്നെ നമുക്ക് ഇതിൽ ഇത് വേണ്ട, ഇത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതാണ്. നമുക്ക് ഇതിൻ്റെ പൊസിഷൻ നമുക്ക് ഇതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം. ചേരിച്ചിട്ട് പൊക്കിയിട്ടൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഫിറ്റ് ചെയ്യുമ്പോൾ കാണിച്ചു തരാം. ഇതാണ് നമ്മളുടെ മെയിൻ സാധനം, മൈക്ക്. ഇതാണ് ഗൈസ് നമ്മുടെ മൈക്ക്. BM-800 കണ്ടൻസറാണ്. ടെക് ടെസ്റ്റിൻ്റെ പ്രൊഫഷണൽ മൈക്രോഫോൺ കിറ്റിൻ്റെ സംഭവം. പ്രൊഫഷണൽ മൈക്രോഫോൺ കിറ്റിൽ നിന്ന് കിട്ടുന്ന നമ്മുടെ മൈക്ക്. ഇതാണ് ഗൈസ് നമുക്ക് നമ്മളുടെ മൈക്കിൻ്റെ വേറെ മൊബൈലിലേക്ക് കണക്ട് ചെയ്യാൻ കിട്ടുന്ന കണക്ടർ. അതായത് നമുക്കിതിന് 2 ഉപയോഗമുണ്ട്. ഒന്ന്, നമുക്ക് മൈക്ക് ഈ പോർട്ടിൽ കുത്തിക്കഴിഞ്ഞാൽ നമുക്കിത് ഫോണിലേക്ക് കണക്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ ലാപ്പിൽ കണക്ട് ചെയ്തിട്ടോ നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഈ സംഭവം എന്ന് പറയുന്നത് നമുക്ക് കരോക്കെ പ്ലേ ചെയ്യണമെന്നുണ്ടെങ്കിൽ കരോക്കെ പ്ലേ ചെയ്തിട്ട് അത് ഹെഡ്ഫോണിലേക്ക് വെച്ച് കേട്ടിട്ട് നമുക്ക് ഒപ്പം പാട്ട് പാടാനാണെങ്കിലോ അല്ലെങ്കിൽ സംസാരിക്കാനൊക്കെ ആണെങ്കിലും നമുക്ക് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ എന്തെങ്കിലും ഒപ്പം കേൾക്കണം എന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് ഹെഡ്ഫോൺ കണക്ട് ചെയ്യാനുള്ള ഒരു പോർട്ടാണിത്. അതുപോലെ തന്നെ ഇതിൻ്റെ USB യൂണിറ്റ് നമ്മൾ സിസ്റ്റത്തിൽ വെച്ച് റെക്കോർഡ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് നല്ല ഉപകാരപ്പെടുന്ന ഒരു സാധനമാണ്. നമ്മളിപ്പോൾ കൂടുതലിപ്പോൾ എല്ലാവരും ഫോണാണ് പ്രിഫർ ചെയ്യുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനമാണിത്
ഗൈസ്, അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മളുടെ മൈക്കിൻ്റെ കിറ്റിൽ കിട്ടുന്നുള്ളത്. ഇതിന് വില വരുന്നത് 1976 രൂപയാണ്. ഒന്നുകൂടി പറഞ്ഞുതരാം. ഇത് പോപ്പ് ഫിൽറ്റർ, ഇത് മൈക്കിൽ നിന്ന് കണക്ട് ചെയ്യാനുള്ളൊരു വയറ്, ഇത് നമുക്ക് സ്റ്റാൻഡിൽ ഹോൾഡ് ചെയ്ത് വെക്കാനുള്ളൊരു സ്ക്രൂ, കണക്ടർ, അതുപോലെ ഒരു ഹോൾഡർ, ഇത് ടേബിളിലൊക്കെ നമുക്ക് ഇങ്ങനെ മൈക്ക് ഫിക്സ് ചെയ്യാനുള്ളൊരു ഇത് USB യൂണിറ്റ്, സിസ്റ്റം ലാപ്പൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർക്കുള്ളത്. ഇത് നമ്മുടെ മൈക്ക്, ഇത് ഹോൾഡർ, ഇത് ഫിൽറ്റർ, ഇത് സ്റ്റാൻഡ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫിറ്റിങ് കാര്യങ്ങളൊക്കെ നോക്കാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റിയുടെ പരിപാടിയിലേക്ക് കിടക്കാം. ഗൈസ്, അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഈ സംഭവം നമ്മളുടെ ടേബിളിൽ ഫിക്സ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഇത് ടേബിളിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കയറ്റി കൊടുത്തിട്ട് നമുക്ക് ഇത് ഇത് ടൈറ്റ് ചെയ്യാം. ഇത് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ ആ സംഭവം ടൈറ്റായിട്ട് അവിടെ ഇരുന്നോളും. നമ്മൾ ഉറപ്പ് വരുത്തണം കേട്ടോ ടൈറ്റായി എന്നുള്ളത്. ഒക്കെ കൂടി കെട്ടിമറിഞ്ഞ് വീണിട്ട് പിന്നെ പറഞ്ഞ കാര്യമില്ല. അപ്പോൾ അത് ടൈറ്റായിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളുടെ സ്റ്റാൻഡ്. ഈ സ്റ്റാൻഡിൻ്റെ ഈ ഒരു ഭാഗം നമ്മൾ ഇതിലേക്ക് ഇങ്ങനെ ഇറക്കി കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മളുടെ സ്റ്റാൻഡിൻ്റെ അവസ്ഥ. നമുക്കിതിങ്ങനെ പൊക്കുക താഴ്ത്തൊക്കെ ചെയ്യാം. അപ്പോൾ നമ്മൾ കറക്റ്റ് പൊസിഷനിൽ വെച്ചിട്ട് എന്നിട്ട് നമ്മൾ ഈ സ്ക്രൂ എടുത്തിട്ട് ഈ ഹോൾഡർ ഇട്ടിട്ട് നമ്മളൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഹോൾഡർ ഫിറ്റ് ചെയ്യാനായിട്ട് നമുക്ക് നമ്മളുടെ മൈക്കിൽ സ്റ്റാൻഡിൽ ഇങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ട്. ഇതിൽ നമ്മളുടെ മൈക്കിൻ്റെ ഈ ഹോള് ഇതിലിങ്ങനെ ഇറക്കി കൊടുക്കുക. ഇങ്ങനെ ഇറക്കി കൊടുക്കുക ഗൈസ്. നമ്മളുടെ ഹോൾഡർ അവിടെ ഇരുന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മളിത് ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഈ ഹോൾഡർ ആയിട്ട് നമുക്ക് ഏത് രീതിക്കാണ് വേണ്ടതെന്ന് വെച്ചാൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഞാൻ ഇവിടെ ജസ്റ്റ് ഇങ്ങനെ ടൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ടൈറ്റ് ചെയ്തു. അതുപോലെ തന്നെ നമുക്കൊരു സംഭവം കൂടി ഉണ്ട്. ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. അതൊന്നും ഇങ്ങനെ പൊക്കി വെച്ച് കൊടുക്കുകയാണ്. ഇതും നമുക്കിവിടെ ടൈറ്റ് ചെയ്യാം. അത് ഓൾറെഡി ടൈറ്റാണോ? പെർഫെക്റ്റ്, ഓക്കെ അല്ലേ? ഇനി നമുക്ക് അടുത്ത പണി നമ്മളുടെ മൈക്കാണ്. നമ്മൾ ഈ മൈക്ക് എടുത്തിട്ട് ഈ ഹോൾഡറിലേക്ക് ഇങ്ങനെ വെച്ചിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതവിടെ ഇരുന്നോളൂ. അങ്ങനെ അമർത്തി കൊടുത്താൽ പിന്നെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ മൈക്ക് വെച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് മൈക്കിൻ്റെ മുകളിലേക്ക് നമ്മുടെ ഈ ഫിൽറ്റർ ഇറക്കി കൊടുക്കണം. ഈ ഫിൽറ്റർ എടുത്തിട്ട് മൈക്കിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഇറക്കി കൊടുത്തു. അപ്പോൾ നമ്മളുടെ ഫിൽറ്ററും വെക്കൽ കഴിഞ്ഞു. ഇനി നമുക്ക് മൈക്ക് ഓൾമോസ്റ്റ് കഴിഞ്ഞ് നമുക്ക് ഇനി ഇവിടെ വയർ കണക്ട് ചെയ്യേണ്ട പണിയുണ്ട്. അതുപോലെ നമുക്ക് പോപ്പ് ഫിൽറ്റർ വേണമെന്നുള്ളവർക്ക് പോപ്പ് ഫിൽറ്റർ വെക്കാം കേട്ടോ. അത് നല്ലതാണ്, കുറച്ചുകൂടി ബെറ്റർ ആവും. അപ്പോൾ ഞാൻ പോപ്പ് ഫിൽറ്റർ കൂടി വെക്കണത് കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ നമ്മുടെ പോപ്പ് ഫിൽറ്റർ ഒന്ന് ഫിറ്റ് ചെയ്യാണ്. ഞാൻ മൈക്കൊന്ന് ജസ്റ്റ് തിരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കിത് പോപ്പ് ഫിൽറ്റർ ഒക്കെ എളുപ്പത്തിന്. അപ്പോൾ നമുക്ക് നമ്മുടെ പോപ്പ് ഫിൽറ്റർ ഫിറ്റ് ചെയ്ത് കൊടുക്കാം. വെച്ചിട്ടൊന്ന് ടൈറ്റ് ചെയ്യണം. ടൈറ്റ് ചെയ്തിട്ട് അപ്പോൾ നമ്മുടെ പോപ്പ് ഫിൽറ്റർ വെക്കണ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. പോപ്പ് ഫിൽറ്റർ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ ഈ വയർ എടുത്തിട്ട് നമുക്ക് നമ്മളുടെ മൈക്കിൻ്റെ അടിയിൽ മൈക്കിൻ്റെ അടിഭാഗത്തായിട്ട് 3 ഹോള് കാണാം. അല്ല, 3 ഹോളല്ല, ഇതിലാണ് 3 ഹോളുള്ളത്. അത് നമ്മൾ കറക്റ്റായിട്ട് അതിൽ ഇറക്കി കൊടുക്കണം. ഇനി നമ്മളുടെ മൈക്കിൻ്റെ മറ്റേറ്റം, അതായത് മൈക്കിൻ്റെ വയറിൻ്റെ മറ്റേറ്റം നമ്മുടെ ഫോണിൽ കൂടി കുത്തി കഴിഞ്ഞാൽ നമ്മൾ മൈക്കിൻ്റെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഈ സംഭവങ്ങളൊക്കെ എന്തിനാണ്? അതെ, ഇത് നമ്മുടെ സാധാ മൈക്കിൽ നമ്മൾ സ്റ്റേജിലൊക്കെ ഉപയോഗിക്കുന്ന മൈക്കിക്ക് വേണ്ടിയിട്ടുള്ള തോന്നുന്നത്. അതിനാണ് ഞാൻ ഇങ്ങനത്തെ കണ്ടിട്ടുള്ളൂ. മറ്റേ നമ്മൾ സിസ്റ്റത്തിനുള്ളതാണ്. ഇത് സിസ്റ്റം നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ഇത് രണ്ടും വേണ്ട. പിന്നെ ഈ സംഭവം എന്ന് പറയുന്നത് നമുക്ക് അത്യാവശ്യം ഹെൽപ്ഫുള്ളാണ്. പക്ഷെ ഞാനിതൊന്ന് ഉപയോഗിച്ച് നോക്കിയപ്പോൾ ചെറിയൊരു ഓഡിയോ ബ്രേക്ക് വരുന്നുണ്ട് ഇത് കണക്ട് ചെയ്ത് നോക്കുമ്പോൾ. അപ്പോൾ അതിനെക്കാട്ടിയും ബെറ്റർ ഇത് നേരിട്ട് ഫോണിലേക്ക് കണക്ട് ചെയ്യലാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഓഡിയോയുടെ ക്വാളിറ്റി ഡിഫറൻസ് നോക്കി നോക്കാം ഗൈസ്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സാധാ ഫോണിൽ നിന്നുള്ള ഓഡിയോ ആണ്. ഞാൻ ഇതുവരെ റെക്കോർഡ് ചെയ്തിട്ടുള്ള പോലത്തെ ഓഡിയോ. അപ്പോൾ ഞാൻ ഇതുവരെ മൈക്കൊന്നും ഉപയോഗിച്ച് നോക്കിയിട്ടില്ല കേട്ടോ. ജസ്റ്റ് കണക്ട് ചെയ്ത് നോക്കി എങ്ങനെ ഉണ്ടെന്ന്, വർക്ക് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ടുള്ളൂ. ഓഡിയോ ക്വാളിറ്റി ഒന്നും ഞാൻ നോക്കിയിട്ടില്ല. അപ്പോൾ അത് നമുക്ക് നോക്കി നോക്കാം എങ്ങനെ ഉണ്ടെന്നിട്ടാണ്. ഇപ്പോൾ ഫോണിൽ അത്യാവശ്യം രീതിയിലുള്ള നോയ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. നമുക്കിനി മൈക്കിലൂടെ പറഞ്ഞു നോക്കാം ഗൈസ്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഈ മൈക്കിലൂടെ പറയുന്ന ഓഡിയോ ആണ്. അപ്പോൾ നേരത്തെ ഓഡിയോ ഇപ്പോഴത്തെ ഓഡിയോ തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കി നോക്കട്ടോ എങ്ങനെ ഉണ്ട് എന്നുള്ളത്.
ഗൈസ് അപ്പോൾ ഞാനിതൊന്ന് കേട്ട് നോക്കിയിട്ടാ എങ്ങനെയുണ്ട് നമ്മളുടെ ഓഡിയോ ക്വാളിറ്റി വ്യത്യാസം. അപ്പോൾ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. നമുക്ക് അത്യാവശ്യം നല്ലൊരു ഔട്ട്പുട്ട് കിട്ടിയിട്ടുണ്ട്. വലിയ രീതിയിലുള്ള നോയ്സ്, മറ്റേത് മൊബൈൽ എടുക്കുമ്പോൾ നമുക്ക് നല്ല രീതിക്ക് നോയ്സൊക്കെ കിട്ടലുണ്ട്. ഇത് നമുക്ക് വലിയ രീതിയിലുള്ള നോയ്സ് ഒന്നും കിട്ടലില്ല. അപ്പോൾ അത്യാവശ്യ രീതിയിലുള്ള നോയ്സൊക്കെ നമുക്ക് മൊബൈലിൽ റെക്കോർഡ് ചെയ്യുമ്പോൾ കിട്ടലുണ്ട്. പക്ഷേ ഇതിൽ നമുക്ക് നോയ്സിൻ്റെ ഒരു പ്രോബ്ലം നമുക്ക് കുറയ്ക്കാം, വലിയ രീതിയിൽ തന്നെ കുറയ്ക്കാൻ പറ്റും എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ മൈക്ക്. അപ്പോൾ ഇത് വാങ്ങാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ വില വരുന്നത് ഞാൻ ഒന്നുകൂടി പറയാം, 1976 രൂപയാണ്. ആ പ്രൈസിന് ആ പ്രൈസിനാണ് നമുക്ക് ഇതിൻ്റെ ഫുൾ കിറ്റ് കിട്ടുന്നത് കേട്ടോ. ഞാനിപ്പോൾ ഈ കാണിച്ച ഫുൾ സാധനങ്ങളും വേറൊരു എക്സ്ട്രാ പൈസ കൊടുക്കേണ്ടി വന്നിട്ടില്ല, ഒക്കെ ഈ കിറ്റിൽ ഇൻക്ലൂഡഡ് ആയിരുന്നു. ഓർഡർ ചെയ്ത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ ഗൈസ് ഇത്രയുള്ള നമ്മുടെ മൈക്ക് അൺബോക്സിങ് വീഡിയോ. ഞാനിത് കാണിച്ചു തരാൻ കാരണം എനിക്കിതിനെ പറ്റി വലിയ അറിവുണ്ടായിട്ടൊന്നുമല്ല. ഞാൻ എൻ്റേതായ രീതിയിലൊരു സ്റ്റുഡിയോ സെറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു പാർട്ട് 1 വീഡിയോ ആയിട്ട് നിങ്ങളിത് കണ്ടാൽ മതി. അതുപോലെ തന്നെ ഞാൻ പെട്ടെന്ന് തന്നെ ഇതിൽ റെക്കോർഡ് ചെയ്തിട്ടൊരു പാട്ടൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ guys, stay tuned for more videos. Register your ideas here. We'll be back soon. Tata.